അഡ്വക്കേറ്റ് ജയസൂര്യൻ, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം UCC യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയിരിക്കുകയാണ്, ഉത്തരാഖണ്ഡ്. ഇത് രാജ്യത്തിന് മുഴുവനും മാതൃകയാണ് എന്നാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ഇന്നലെ പറഞ്ഞത്, ജഗദീപ് ധൻഖർ. അദ്ദേഹം പറഞ്ഞു, അധികം വൈകാതെ രാജ്യത്ത് മുഴുവനും UCC നടപ്പാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത് പിന്തുടരുമോ? അവർ ഇതിനെ മാതൃകയാക്കും? ഇതിനെ എതിർക്കാനല്ലേ സാധ്യത? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ആദ്യഘട്ടത്തിൽ BJP ഇതര സംസ്ഥാനങ്ങൾ അതിനെ എതിർക്കുകയും പിന്നീട് അവരത് നടപ്പാക്കുകയും ചെയ്യും. അതായത് ഈ എല്ലാവരുടെയും മനസ്സിൽ UCC വേണമെന്ന് ആഗ്രഹമുണ്ട്, കോമൺ സിവിൽ കോഡ് വേണം. നമ്മുടെ ഭരണഘടന തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് കോമൺ സിവിൽ കോഡിലേക്കുള്ള യാത്ര ആദ്യ പടി രാജ്യം വെച്ചു കഴിഞ്ഞു ഉത്തരാഖണ്ഡിലൂടെ. നമ്മൾ നോക്കുക, ഉത്തരാഖണ്ഡിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനെ ആ സംസ്ഥാനം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇപ്പോ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഈ വസ്തുത മാതൃകാപരമാണ്, മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരണം എന്ന് ആഹ്വാനം ചെയ്തതോടുകൂടി നിർഭയമാണ് സർക്കാരിന്റെ നീക്കം എന്നുള്ളത് വ്യക്തമാണ്. ആദ്യം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ UCCയിലേക്ക് കടന്നു വരികയും അതിന്റെ ഗുണഫലങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതോടുകൂടി എന്തുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റിലും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, കോമൺ സിവിൽ കോഡിന്റെ കീഴിൽ തുല്യതയോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവകാശം നൽകുന്നില്ല എന്ന ചോദ്യം അവിടുത്തെ ജനങ്ങൾ ഉയർത്തും. ഇത് ഉയർത്താൻ പോകുന്നത് യാതൊരു സംശയവും വേണ്ട മുസ്ലിം ജനവിഭാഗമായിരിക്കും. കാരണം ഈ കോമൺ സിവിൽ കോഡിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് സിവിൽ ലോയിലും ക്രിമിനൽ ലോയിലും അടക്കം അവരുടെ സ്വത്ത് സമ്പാദനവും സ്വത്ത് വിതരണവും അടക്കം ഉള്ള മേഖലകളിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളും അതുപോലെ മറ്റ് ജനവിഭാഗങ്ങളും അധസ്ഥിത വിഭാഗങ്ങളും അനുഭവിക്കുന്ന അനീതി, അതിനെതിരെയുള്ള ശബ്ദം ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ നിന്ന് വരും. അതായത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. പള്ളി കമ്മിറ്റികളിൽ അംഗമാകാൻ പാടില്ല, പള്ളിയിൽ കയറാൻ പാടില്ല, പള്ളി സ്വത്തിന്റെ കാര്യത്തിൽ അവകാശം ഉന്നയിക്കാൻ പാടില്ല എന്ന് തുടങ്ങി അതിശക്തമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന സവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അപ്പൊ കോമൺ സിവിൽ കോഡ് നടപ്പിലായി സാമൂഹിക സമത്വത്തിലേക്ക് വന്ന ഉത്തരാഖണ്ഡിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ വലിയ കലാപം ആരംഭിക്കും. ആ കലാപത്തെ തുടർന്ന് എല്ലായിടത്തും കോമൺ സിവിൽ കോഡിന് വേണ്ടി മുറവിളി ഉയരുകയും കോമൺ സിവിൽ കോഡ് നടപ്പാക്കേണ്ടി വരികയും ചെയ്യും. ഈ വിവാഹമോചനം, വിവാഹ ഉടമ്പടിയും വിവാഹമോചനവും അതുപോലെ തന്നെ ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം, ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായ നിലപാടും നിയമവും ഒക്കെയാണ് UCCയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു വേണ്ടുന്ന ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ വളരെ കർക്കശവുമാണ്. അതിനെ സംബന്ധിച്ച് അത് ആ നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന നടപടികളും ശിക്ഷാ നടപടികളും ഒക്കെ വളരെ വ്യക്തമാണ്. ഇത് വാസ്തവത്തിൽ അങ്ങിപ്പോ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിക സമൂഹം ഇതിനെ അംഗീകരിക്കും? ഇസ്ലാമിക സമൂഹം ഇതിനെ ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക പുരോഹിത മേധാവിത്വവും ഇസ്ലാമിക രാഷ്ട്രീയ നേതൃത്വവും ഇതിനെ ഒരു കവചമായി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം പേരെ തടവിലിട്ടുകൊണ്ട് അവരെ വോട്ട് ബാങ്കാക്കി മാറ്റുകയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ വെമ്പുന്നുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ കോളേജിൽ പോയി പഠിക്കുകയും ജോലിയിൽ കയറുകയും ചെയ്ത മുസ്ലിം സ്ത്രീകൾ പഴയതുപോലെ പ്രസവ യന്ത്രങ്ങളാകാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നിയമനിഷേധങ്ങൾക്കെതിരെ, തുല്യതയ്ക്കെതിരെ, ജെൻഡർ ഇക്വാലിറ്റിക്കെതിരെ ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് മോചിതമാകാൻ, അല്ലെങ്കിൽ ശരിയാ നിയമങ്ങളിൽ നിന്ന് മോചിതമാകാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറ ഇതിനെ സ്വാഗതം ചെയ്യും. അങ്ങനെ ഈ UCCയെ സ്വാഗതം ചെയ്യുന്ന പുതിയ തലമുറയും പഴയ തലമുറയും, അല്ലെങ്കിൽ പൗരോഹിത മേധാവിത്വവും പൊളിറ്റിക്കൽ മേധാവിത്വവും പുതിയ തലമുറയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും ഇനി ഇസ്ലാമിക സമൂഹം കാണാൻ പോകുന്നത്. അതിന്റെ ഫലമായി BJP ഇതര സംസ്ഥാനങ്ങളിലും UCC നടപ്പാക്കാൻ നിർബന്ധിതമായി തീരും. ഇപ്പൊ മമതാ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പോലും ഇരിക്കപ്പെടുകയില്ല. വ്യാജ ഐഡന്റിറ്റി കാർഡും വ്യാജ റേഷൻ കാർഡും എല്ലാം കൊടുത്ത് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയവരാണ് CPM-ഉം മമതയും ഒക്കെ. ഇപ്പൊ അവര് തന്നെ, CPM നേരത്തെ ഇല്ലാതായി, മമതയും ഇല്ലാതാവും. അതുകൊണ്ട് മമത ഇപ്പൊ UCCക്ക് അനുകൂലമായ
ചിന്തകൾ ആരംഭിച്ചിരിക്കുന്നു, സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. നാളെ ഇത് കോൺഗ്രസും സ്വീകരിക്കേണ്ടി വരും, നിർബന്ധിതമാകും. അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ബി ജെ പി സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ അടിമകളെ പോലെ കിടക്കേണ്ടി വരുമ്പോൾ അകത്ത് കലാപം ഉണ്ടാവും. ആ കലാപത്തെ തുടർന്ന് ഇന്ത്യ മുഴുവൻ ഒരു കോമൺ സിവിൽ കോഡ് അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പക്ഷെ പ്രതിപക്ഷം പറയുന്നത് BJP സർക്കാരുകൾ, സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരുകൾ, അതുപോലെ തന്നെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സമൂഹത്തിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു വിഭാഗീയത സൃഷ്ടിച്ച്, ഒരു വേർതിരിവ് സൃഷ്ടിച്ച് ഇതിനെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന രണ്ട് തട്ടുകളിലാക്കി നേട്ടം കൊയ്യാനാണ് UCC കൊണ്ടുവന്നത് എന്നാണ്. അങ്ങ് എങ്ങനെ കാണുന്നു ഈ ആരോപണത്തെ? ഈ ആരോപണം അവർ ഉന്നയിക്കാൻ കാരണം മദ്രസ വിദ്യാഭ്യാസമല്ലാതെ പൊതുവിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത കഴിഞ്ഞ തലമുറയിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുക, മദ്രസയ്ക്ക് പുറത്തും വിദ്യാഭ്യാസ മേഖല ഉണ്ടെന്നും അവിടെ പോയി പഠിച്ചാൽ ഡിഗ്രി കിട്ടുമെന്നും അങ്ങനെ കിട്ടുന്ന ഡിഗ്രി കൊണ്ട് സർക്കാർ ജോലി അടക്കം സ്വകാര്യ മേഖലയിൽ കയറി പറ്റാമെന്നും തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് ഇന്ന് ഇസ്ലാമിന്റെ പുതുതലമുറ. ആ പുതുതലമുറയുടെ മുമ്പിൽ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളമ്പിയാൽ അവരപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കും, എന്നിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാൻ പോകുന്നു, ഹിന്ദുക്കളുടെ മേധാവിത്വം വരാൻ പോകുന്നു, കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത് മനുസ്മൃതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറ മുസ്ലിമിനെ വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും അവരുടെ പ്രചരണ തന്ത്രങ്ങൾക്കും യാതൊരു വിധത്തിലും UCCയെ എതിർക്കാനുള്ള ബൗദ്ധിക നിലവാരവും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കാലഘട്ടം അസ്തമിക്കുകയാണ്. ഇപ്പോ ഇസ്ലാമിക തീവ്രവാദികളെ എല്ലാം തന്നെ ചിറകിന്റെ കീഴിൽ വെച്ച് അധികാരത്തിന്റെ ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന മുസ്ലിം ലീഗും അവരെ ചിറകിന്റെ കീഴിൽ വെച്ചിരിക്കുന്ന കോൺഗ്രസും ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന CPM അടക്കമുള്ളവര് പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല ഇസ്ലാമിക സമൂഹത്തെ. അതുകൊണ്ട് രണ്ടായിട്ട് വിഭജിച്ച് നിർത്തിയിരിക്കുന്നത് ഇപ്പോഴാണ്. ഈ വിഭജനം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ ആ വിഭജനം ഇല്ല എന്ന് വരുമ്പോൾ ഉത്തരേന്ത്യ മുഴുവൻ, ഉത്തരാഖണ്ഡിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരേന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് BJP സംസ്ഥാനങ്ങൾ മുഴുവൻ കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കുന്നതോടെ ഈ യൂണിഫോം സിവിൽ കോഡിന്റെ ഗുണങ്ങൾ അനുഭവിച്ച മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും വിദ്യാഭ്യാസമുള്ളവരും ഇതിനെതിരായിട്ടുള്ള ഈ മതനേതൃത്വത്തെ തള്ളിപ്പറയുകയും ആഭ്യന്തരമായി മതനേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തുകയും ചെയ്യുന്ന നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ശരിയാ നിയമങ്ങളുടെ തടവറയിൽ നിന്ന് ഇസ്ലാമിക സമൂഹം കലാപം ആരംഭിക്കുകയും ഇസ്ലാമിക സമൂഹത്തെ സ്വയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നാളുകളിലൂടെ മുഴുവൻ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും യൂണിഫോം സിവിൽ കോഡിന് കീഴിലേക്ക് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്വയം വന്നെത്തും. അതിന് BJP ഗവൺമെന്റ് സ്ട്രെയിൻ എടുക്കേണ്ടി പോലും വരില്ല. മുത്തലാഖ് നിരോധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ പിന്തുണയാണ് മുസ്ലിം സ്ത്രീ സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഇത് നടപ്പാക്കി. ഉത്തരാഖണ്ഡിൽ മുസ്ലിം ജനസംഖ്യ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരു വലിയ വോട്ട് ബാങ്കാണ് എന്ന് മാത്രമല്ല, മുസ്ലിം മതപണ്ഡിതന്മാർ വളരെ ശക്തമായിട്ട് UCCയെ എതിർത്ത് രംഗത്ത് വരികയാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല. ഈ എതിർപ്പിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ നേരിടും? BJP ഇതിനെ എങ്ങനെയാണ് ഈ മതപണ്ഡിതന്മാരുടെ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു വിയോജിപ്പ് നേരിടാൻ പോകുന്നത്? അത് നേരിടാൻ BJPയുടെ കയ്യിൽ എന്ത് പദ്ധതിയാണുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ എന്ത് പദ്ധതിയാണുള്ളത്? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുത്തലാഖിന്റെ നിരോധനവും കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത്. ഇത് രണ്ടും മുസ്ലിമിനെ തൊട്ടാൽ തീ പിടിക്കുന്ന വിഷയങ്ങളാണ് എന്നിവിടെ അവതരിപ്പിച്ചിരുന്നു. മുത്തലാഖ് എടുത്തു കളഞ്ഞു, ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ വലിയ പിന്തുണ ഈവൻ കേരളത്തിൽ പോലും BJPക്ക് അനുകൂലമായിട്ട് കിട്ടി. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ വന്ന് ഇന്ത്യയെ ആക്രമിച്ച് കത്തിച്ചു കളയും എന്നായിരുന്നല്ലോ പ്രചരണം. ഒരു ചുക്കും സംഭവിച്ചില്ല. ഇന്ന് അവിടെ തോക്കെടുത്തവരൊക്കെ പങ്കായമെടുത്ത് തുഴഞ്ഞു നടക്കുകയാണ്. അവിടുത്തെ തടാകങ്ങളിലൂടെ ടൂറിസം വികസിപ്പിക്കുകയാണ്. അപ്പോ അവിടുത്തെ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിൽ പോകാം, കോളേജിൽ പോകാം, വിദ്യാഭ്യാസം ചെയ്യാൻ, ജോലി എടുക്കാം. അവിടെ എല്ലാ വിധത്തിലുള്ള സർക്കാർ സപ്പോർട്ടുകളും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് അവിടെ കാശ്മീർ ജനത മാറിയത്. അതുപോലെ തന്നെ ഈ മുത്തലാഖ് നിരോധിച്ചപ്പോൾ
ഒരു വലിയ സ്വാതന്ത്ര്യമാണ് അവിടുത്തെ കേരളം മുതൽ കാശ്മീർ വരെയുള്ള മുസ്ലിം സമൂഹത്തിന് കിട്ടിയത്. കോമൺ സിവിൽ കോഡ് വരുമ്പോഴും ഇതുപോലെയുള്ള കിരാത നിയമങ്ങൾ, അതായത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെവിടെയോ അറബിക്കിലെ ഉണ്ടായിരുന്ന അപരിഷ്കൃത നിയമങ്ങൾ, മഹാഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും തള്ളിക്കളഞ്ഞ നിയമങ്ങൾ, അപരിഷ്കൃതമായ കാടൻ നിയമങ്ങൾ, അതിന്റെ കീഴിൽ ഞെരിഞ്ഞവരേണ്ട ആവശ്യമില്ല എന്ന ബോധ്യം വരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ, അതായത് ഒരു 30 വയസ്സിന് താഴെ പ്രായമുള്ള കേരളത്തിലെ ഇസ്ലാമിക സമൂഹം ഇതിനെ സ്വാഗതം ചെയ്യും. അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ വോട്ടിംഗ് നിലവാരത്തിൽ പോലും മാറ്റം വരും. വിദ്യാഭ്യാസമുള്ളവരുടെ വോട്ട് ഈ പറയുന്ന 70 80 കഴിഞ്ഞ താടി വെച്ച അപ്പൂപ്പന്മാരുടെ ഫത്വയ്ക്ക് കീഴിൽ ഇനി അടിയറ വയ്ക്കാൻ അവർ തയ്യാറാകില്ല. അതുകൊണ്ട് ഫത്വകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഫത്വകളുടെ ശവപ്പറമ്പായി കേരളം മാറാൻ പോകുന്നു. ഈ ഫത്വ അപ്പൂപ്പന്മാരുടെ കബറടക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. UCC നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ, ഭരണഘടനയ്ക്ക് രൂപം നൽകിയവർ തന്നെ നിർദ്ദേശിക്കുകയും ആവശ്യപ്പെടുകയും നിരവധി തവണ ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മുടെ പരമോന്നത നീതിപീഠം എത്രയോ തവണ അത് UCC നടപ്പാക്കണം, ഈ ഏകീകൃത സിവിൽ കോഡ് അഥവാ പൊതു സിവിൽ നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും കേന്ദ്ര സർക്കാർ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഉത്തരാഖണ്ഡിൽ അത് നടപ്പായി. മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അതിനെ മാതൃകയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.